പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി കൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷക വേഷത്തിൽ ഹാജരായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി വിജയിച്ച ശേഷം സംസ്ഥാനത്ത് വ്യാപകം അക്രമം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് മമത ഹാജരായത്. അഭിഭാഷകയാണെങ്കിലും ആ വേഷത്തിൽ മമത ഹൈക്കോടതിയിലെത്തുന്നത് ആദ്യമാണ്. അടുത്തിടെ സുപ്രീം കോടതിയിലും മമത അഭിഭാഷക വേഷത്തിൽ ഹാജരായിരുന്നു. സംസ്ഥാനത്ത് വ്യാപകമായ അക്രമം നടക്കുന്നു. കുട്ടികൾ, സ്ത്രീകൾ, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ എന്നിവരെ ആസൂത്രിതമായി ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങളെന്ന് മമത പറഞ്ഞു. ബംഗാളിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കോടതി തയ്യാറാകണം എന്ന് മമത ആവശ്യപ്പെട്ടു. പരാതികളിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്നും അവർ ബോധിപ്പിച്ചു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെയും അക്രമം നടക്കുന്നു. പാർട്ടി ഓഫീസുകളും വീടുകളും കൊള്ളയടിക്കുകയാണ്. പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഇതെല്ലാം. പോലീസ് ഇടപെടുന്നില്ല. പരാതി നൽകിയിട്ടും കേസെടുത്തില്ലെന്നും മമത ബോധിപ്പിച്ചു. അഭിഭാഷക എന്ന നിലയിൽ ആദ്യമായിട്ടാണ് ഹൈക്കോടതിയിൽ ഹാജരാകുന്നതെന്നും മമത വിശദീകരിച്ചു. അക്രമം നടന്നതിന്റെ തെളിവായി മമത നിരവധി ചിത്രങ്ങൾ കോടതിയിൽ ഹാജരാക്കി. 10 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇതിൽ 6 പേർ ഹിന്ദുക്കളാണ്. ഇടപെടാൻ പോലീസിന് നിർദ്ദേശം നൽകണം എന്ന് മമത ആവശ്യപ്പെട്ടു. തന്റെ കുടുംബത്തിലെ 12 വയസ്സുള്ള പെൺകുട്ടിയോട് ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നും മമത കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സുജോയ് പൂൾ, ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വാദം കേട്ടത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബന്ധോപാധ്യായയുടെ മകൻ സിർസന്യ ബാനർജി സമർപ്പിച്ച ഹർജിയിലാണ് മമത ഹാജരായത്. മുതിർന്ന അഭിഭാഷകൻ കല്യാൺ ബാനർജിക്കൊപ്പമാണ് മമത കോടതിയിലെത്തിയത്. 2021 തിരഞ്ഞെടുപ്പിന് ശേഷം അക്രമം നടന്നപ്പോൾ 5 അംഗ ജഡ്ജിമാരെ ചീഫ് ജസ്റ്റിസ് നിയോഗിച്ചിരുന്നു. അന്നു നടന്നതിനേക്കാൾ ക്രൂരമായ അക്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കല്യാൺ ബാനർജി ചൂണ്ടിക്കാട്ടി. 1995 അഭിഭാഷകയായി എൻറോൾ ചെയ്തതാണെങ്കിലും തന്റെ ബാർ കൗൺസിൽ അംഗത്വം കൃത്യമായി പുതുക്കാറുണ്ടെന്നും മമത ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തി. നടപടികൾക്ക് ശേഷം മടങ്ങുന്നതിനിടെ കോടതി വളപ്പ് നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ബിജെപി അനുകൂലികളായ അഭിഭാഷകർ മമതാ ബാനർജിയെ കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. മുൻ മുഖ്യമന്ത്രിക്ക് കോടതി വളപ്പിലുണ്ടായ അനുഭവം ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂവെന്ന് കല്യാൺ ബാനർജി പ്രതികരിച്ചു. അതേസമയം മമതയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്നും സർക്കാരിനുവേണ്ടി ഹാജരായ അഭിഭാഷകൻ ധീരജ് ത്രിവേദി വാദിച്ചു.